ആ നടന്നു വന്നപ്പോ തന്നെ കമ്മീഷണറുടെ മ്യൂസിക് ഇട്ട് വന്നപ്പോ അത് നടക്കേണ്ട ആള് ഞാനല്ല, പക്ഷെ ആ നൃത്തത്തിൽ അവരെയൊക്കെ നടത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെ, ഞാൻ ചോദിക്കുന്ന ഫസ്റ്റ് പടം ന്യൂസ്, അതിലും സുരേഷ് ഗോപിയാണ്. അതെ. അന്ന് അതേസമയം സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹീറോ കളിക്കുന്നു, ഇടയ്ക്കൊരു വില്ലൻ കളിക്കുന്നുണ്ട്. ആ സമയത്താണ് ഹീറോ ആയിട്ട് സുരേഷ് ഗോപിയെ കൊണ്ടുവരുന്നത്. അതെന്തായിരുന്നു ആ ഒരു സംഭവം? ഞാന് ഫസ്റ്റില് സുരേഷിനെ മീറ്റ് ചെയ്യുന്നത് കൊല്ലം ആശ്രമം ഗസ്റ്റ് ഹൗസിലാണ്. അവിടെ മനുവങ്കിൾ എന്ന് പറഞ്ഞ പടത്തിന് ഷൂട്ടിംഗ്. അതില് മിന്നൽ പ്രതാപൻ. അതെ. അതില് രാജീവ് ആണ് അതിന്റെ ആർട്ട് ഡയറക്ടർ. രാജീവ് ഡയറക്ടർ അദ്ദേഹം പറഞ്ഞു, ഷാജി ഒന്ന് നമുക്ക് അവിടെ വരെ പോയിട്ട് വരാം, ഷാജി കൂടെ വാ. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് അവിടെ പോകുന്നു. ആ ഗസ്റ്റ് ഹൗസിന് അവിടെ ഇരിക്കുന്നു. ഷിബു ചക്രവർത്തിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവർ താഴെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് എൻ്റെ ഫ്രണ്ടിലോട്ട് ഒരു ഡോർ തുറന്ന ഒരാൾ കയറി വരികയാണ്, ഫുൾ യൂണിഫോമില് നനഞ്ഞ്, ഒരു പോലീസ് ഓഫീസറാണ്. ഞാൻ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത്. അദ്ദേഹം വെള്ളത്തിലേക്ക് വീണിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഓടി വന്നതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കയറി, എന്നെ ഒന്നും പരിചയമില്ല. എന്നെ ഇങ്ങനെ നോക്കുന്നു, ഞാൻ നോക്കുന്നു, ആ ഷാജിയാണെന്ന് പരിചയപ്പെടുന്നു. ഞങ്ങൾ അവിടെ ഞാൻ 2 മിനിറ്റ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് അവിടെ വെച്ചൊരു ചെറിയ സൗഹൃദം ഉണ്ടായി. അപ്പോൾ ഓൺ ദ വേ ബാക്ക് ഞാൻ രാജീവും കൂടെ തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിങ്ങനെ ഒരു ടെൻഷൻ, ഇതെന്താണ് ഷാജി, എന്താണ്? അപ്പോൾ പറഞ്ഞു, ആ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ അദ്ദേഹത്തില് സൂപ്പർ സ്റ്റാർ ആവേണ്ട എല്ലാ ലക്ഷണവും ഉണ്ടല്ലോ അയാളുടെ ബോഡി ലാംഗ്വേജിൽ. ഇനി അടുത്തൊരു സ്റ്റാർ ഉള്ളത്, ഇത് ചുമ്മാ പറയുന്നതല്ല. രാജീവ് അഞ്ചൽ ചോദിച്ചാൽ പറയും, രാജീവ് ആണോ എന്നൊക്കെ പറഞ്ഞാൽ വിട്ടു, നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ് വിട്ടു. പക്ഷെ എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സുരേഷ് ഗോപി എന്നുള്ള. അപ്പോൾ ആദ്യത്തെ സിനിമ ചർച്ചകളിൽ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ജഗദീഷായിരുന്നു ആദ്യം അതിൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ അദ്ദേഹത്തെ ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് വേറെ ഒന്നും ഞാൻ ചിന്തിക്കില്ല, ഇന്നൊരാളിനെ വെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ സ്ട്രോങ് ഡിസിഷൻ എടുത്തിരിക്കുക. അപ്പൊ എങ്ങനെ ഞാൻ പറയും? അപ്പൊ നായർ സാഹിബ് ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് അവിടുത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അദ്ദേഹം മുട്ടട എന്നൊരു സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ആന്റി അവിടെ താമസിക്കുന്നുണ്ട്. അവിടെയാണ് പുള്ളി വന്ന് നിൽക്കാറുള്ളത്. ചേച്ചി. അപ്പോ അവിടെ ഒന്ന് താമസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും അദ്ദേഹം ജഗദീഷും കൂടെ ജഗദീഷിന്റെ ഒരു ലാംബെട്ര സ്കൂട്ടറിൽ നേരെ അവിടെ പോകുന്നു. അവിടുന്ന് അകത്ത് കയറുന്നു, സാധനം പറയുന്നു. അപ്പൊ എന്റെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ എനിക്കിങ്ങനെ പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഷോർട്ട് ബൈ ഷോർട്ട് പറയേണ്ടി വരും. അത് എന്റെ ഒരു സ്വഭാവമാണ്. അത് ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ട് പുള്ളി പറഞ്ഞു, ഞാൻ ഇത് ചെയ്യുന്നു. അവിടെ തൊട്ട് തുടങ്ങിയ ഒരു സൗഹൃദമാണ്. MP ആയ ശേഷം ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട്, എടാ MP എടാ MP എന്ന് വിളിക്കാൻ ഒരു മിനിസ്റ്റർ ആയാലും ഞാൻ വിളിക്കും, പറയും എടാ മന്ത്രി. ഇത് കഴിഞ്ഞ് പിന്നീട് വേറൊരു പാതയിലാണ് സിനിമകൾ ചെയ്തു പോയത്. ഡോക്ടർ പശുപതി, നീലക്കുറുക്കൻ, അല്ലെ, അങ്ങനെയുള്ള പടങ്ങളെല്ലാം ചെയ്തിട്ട് പിന്നീട് തലസ്ഥാനം എന്ന് പറയുന്ന സിനിമയുടെ ഒരു തിരിച്ചുവരവ്, അത് മലയാള സിനിമയുടെ തന്നെ അതുവരെയുമുള്ള ഈ ഒരു ത്രില്ലർ മോഡിലുള്ള പടങ്ങളുടെ ഫുൾ വ്യാകരണം മാറ്റിയ പടമാണ്. അതിലും അഗൈൻ അതിനകത്ത് പിന്നെ യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ കഥ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഒരാൾ ഒറ്റയടിക്ക് വന്ന് സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റിയ ഒരു പടവും കൂടിയാണ്, അല്ലെ? സുരേഷിനെ സംബന്ധിച്ച് ഞാൻ ഡേറ്റ് ചോദിക്കത്തില്ല. ഞാൻ വിളിച്ച് ഞാനും രജിയും കൂടെ വിളിച്ച് പറയത്തേ ഉള്ളൂ, ഇന്ന ദിവസം ഷൂട്ടിംഗ് ഉണ്ട്, ഞാൻ എത്തിക്കോളും. കഥ കേൾക്കത്തില്ല, ഒന്നും കേൾക്കത്തില്ല. ആ കോൺഫിഡന്റ് ആണ് സുരേഷ് നമ്മളായിട്ടുള്ള സംഭവം. അതാണ് ഒരു ലാംഗ്വേജ്. ഷാഹിദ് സാറിന്റെ ലൈഫിലെ ജീവിതത്തിലെ പ്രധാന ഇൻസിഡൻസിലെല്ലാം ഭാഗമായ ഒരാളും കൂടിയാണ് നിൽക്കുന്നത്, അല്ലെ? ഒട്ടുമിക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ വിളിച്ചു പറയുന്നത്. എന്റെ മാരേജ് വരെ അതാണ് ഞാൻ പറയാൻ വന്നത്. സിനിമ ലൈഫും എന്റെ ലൈഫിലും അദ്ദേഹത്തിന് ഇതുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന് ടച്ച് ചെയ്തിട്ടാണ് ഞാൻ പോയിട്ടുള്ളതില്ല. ഈ സുരേഷ് ഏട്ട എടുത്തുന്ന താലിയാണ് കെട്ടിയിട്ടുള്ളതെന്നും അല്ലേ സുരേഷ് ഏട്ടാ? ഇതൊന്നും മിണ്ടുന്നില്ല, കുട്ടിയൊന്നും മിണ്ടുന്നില്ല. ഞാൻ എന്ത് മിണ്ടാന്, എല്ലാം എൻ്റെ അച്ഛൻ പറയും നിയോഗമാണ്. റഞ്ജിയും ഷാജിയും കൂടെ എന്നെ വിളിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം ഇതിന് സമ്മതം മൂളിയതല്ല. അപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. അപ്പോൾ അച്ഛനോട് ഞാൻ ചോദിച്ചു, ഇതിങ്ങനെ ചെയ്താൽ, അല്ല പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവരാനൊന്നും നീ പോരുത്, അവര് നിന്റെ വാതിലിൽ വന്നാൽ പിന്നെ അവൻ നിന്റെ സുഹൃത്താണ്, സുഹൃത്തിന് കൈയൊഴിയാനും പാടില്ല. നിന്റെ പഠിക്കൽ വന്നാൽ അവരെ സ്വീകരിക്കണം. അവർ പഠിക്കൽ വന്നു, ഞാൻ സ്വീകരിച്ചു, എൻ്റെ അച്ഛനെ അനുസരിച്ചു. ഞാൻ ആ വീട്ടിൽ വെച്ച് താലി കെട്ടിച്ചു, അല്ലേ? താലികെട്ടല്ല, രജിസ്ട്രേഷൻ അവിടെ വെച്ചായിരുന്നു. പക്ഷേ അച്ഛന് കഥകളെല്ലാം അറിയാം. ഞാൻ പറഞ്ഞു കൊടുത്ത് മനസ്സിലായി. അച്ഛനൊരച്ഛനായും ചിലപ്പം ഒന്ന് അല്ലേ അവതരിക്കും. അപ്പൊ ആ അച്ഛന്റെ വേദന പങ്കുവച്ചിരുന്നു. പക്ഷെ സുഹൃത്ത് ആ മര്യാദയും പാലിക്കപ്പെടേണ്ടതാണ്.
രുദ്രാക്ഷം എന്ന് പറയുന്ന സിനിമയാണല്ലോ. അതിന് ഞാൻ ആ കൊച്ചിനെയും കൊണ്ട് ആ പൊള്ളാച്ചി ഇനി എത്ര ഓടാൻ ദൂരം റോഡ് ഓടിയതാ. ബാക്കിയില്ല. ഉള്ള വണ്ടികളുടെ എല്ലാം പുറത്തൂടെ കുന്തം മറിഞ്ഞു വീണ് എന്നെ ശരിക്കും എന്നെ നടുപിടിച്ച പടമാണ്. എന്നാൽ ആ കൊച്ചിനെയും കൂടി ഇങ്ങോട്ട് വിളിക്കട്ടെ, പിന്നെ ഉറപ്പായിട്ടും വേണ്ട. അപ്പോഴല്ലേ കുടുംബം കോറതുകയുള്ളൂ അല്ലേ? ആനി ചേച്ചിയെ മക്കളെയും ഇങ്ങോട്ട് വിളിക്കാം. വെൽക്കം. വെൽക്കം വെൽക്കം. അതിപ്പോ നമ്മൾ ചോദിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് നിങ്ങളെ ജനിക്കുന്നതിന് മുമ്പുള്ള കഥകളാണ്. ഷാജിയെക്കാളും വലുതായി അതെ, മക്കള് രണ്ടുപേരും. അല്ലേ? ഷാജി ഇപ്പൊ ഈ കൂട്ടത്തിലെ ഏറ്റവും ഇളയ അനിയൻ. സുരേഷിടാ, ഞാൻ കേട്ടിട്ടുണ്ട് റിംഗ് എക്സ്ചേഞ്ച് നടന്നത് ഫ്ലൈറ്റിൽ വെച്ചാണോ ചോദിച്ചു? ആണല്ലേ? ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും മറ്റേ ഫുൾ ആക്ഷൻ ഹീറോസിനെ നൽകിയിട്ടുള്ളത് കാണുമ്പോൾ നമുക്കറിയാം ഫുൾ ടഫാണ്. ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തെറി കേട്ടിട്ടുള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഫുൾ സെറ്റിലൊക്കെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡിസിപ്ലിൻ അങ്ങനെ പാലിക്കുന്ന ഒരാളാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ഒരു റൊമാൻറ്റിക് ഹീറോ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. എങ്ങനെയൊക്കെ ഉണ്ടായി. ഇതില് ഹംസമാണോ? ഇല്ലേ, അല്ലല്ലോ. അനുഗ്രഹമാണ്. അനുഗ്രഹമാണ്. സത്യത്തില് ഈ ഫ്ലൈറ്റ് വെച്ച് റിംഗ് എക്സ്ചേഞ്ച് നടന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഈ സത്യത്തിൽ എനിക്ക് അറിയത്തില്ല, ഇപ്പോഴാണ് അറിയുന്നത്. അല്ലേ, ഒരു പോക്കറ്റിൽ കൊണ്ട് നടക്കാറുണ്ടോ? അല്ലേ? റഞ്ജിയും ഷാജിയും കൂടി എന്നെ വിളിക്കുമ്പോൾ മാത്രമാണ്. അത് രജിസ്റ്റർ മാരേജ് നടക്കുന്നതിന് കഷ്ടിച്ച് 2-3 ദിവസം മുമ്പ് മാത്രമാണ് ഇങ്ങനൊരു വളർച്ചയിലേക്ക് അത് എത്തിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു ലവിന് ഐ മീൻ ആ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യൽ ഏറ്റവും കൂടുതൽ പങ്ക് രഞ്ജിയേട്ടനായിരുന്നു. ഫ്രം ദ ബിഗിനിങ് അറിയാവുന്ന ആള് പുള്ളിയാണല്ലേ? രഞ്ജിയേട്ടൻ ഹംസമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ രഞ്ജിയേട്ടൻ അത് സമ്മതിക്കും. ഹംസമാണോ? ചിലപ്പോൾ എൻ്റെ ഒരു ബ്രദർ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ അത് സമ്മതിക്കും. ശരിക്കും ഒരു ഞങ്ങളുടെ ലൈഫിലെ ഒരു നല്ലൊരു പാട്ട് രഞ്ജിയേട്ടൻ. ഞാനത് നിങ്ങളുടെ 3 പേരുടെ ഇടയിലുള്ള ബ്രദർഹുഡ് എന്ന് പറയുന്നത് അത് പറയാതിരിക്കാൻ സാധിക്കില്ല. എപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെ ഉണ്ടായിട്ടുണ്ട് ആ ബ്രദേഴ്സ് എന്നുള്ളതാണ്. അതിനൊരു നല്ല കൈയടി. അല്ല, മക്കൾ ചോദിക്കട്ടെ, വീട്ടിൽ അച്ഛൻ എങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? വലിയ സ്ട്രിക്റ്റ് അല്ല, എന്നാലും ഉണ്ട്. പക്ഷേ ആണ്. അത് അച്ഛനും അമ്മയും പ്രേമിച്ച് കെട്ടിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഒരുപക്ഷെ അനുശേഷിക്ക് അതായിരിക്കും ഇഷ്ടപ്പെട്ടത് അല്ലേ? ഒരു കെയറിങ്, ഒരു നല്ലൊരു. ഞാൻ എപ്പോഴും അതേ ആഗ്രഹിച്ചിട്ടുള്ളൂ. എൻ്റെ ഉള്ളില് ഞാൻ കല്യാണം കഴിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു ലവിങ്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം, ഒരു കെയറിങ് ഉണ്ടാവണം, ഒരു കൺസേൺ, ഒരു വൈഫ്, ഒരു ഈക്വാലിറ്റി അങ്ങനെ തരുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ ഒരാളെ തന്നെ കിട്ടിയിട്ടുള്ളതാണല്ലേ? അതെ. അതിനകത്ത് ഒരു കാര്യമുണ്ട്, വളരെ വളരെ സ്പഷ്ടമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഷാജിയുടെ ഒരു ഹൃദയത്തിലെ റൊമാൻസ് എവിടെ ഒളിഞ്ഞു കിടക്കുന്നു, അതെങ്ങനെ മനസ്സിലാക്കി എന്നാണ് ചോദിച്ചത്. അതെ. പക്ഷെ ഷാജി പരക്കെ അറിയപ്പെടുന്ന, ഞാനും ഷാജിയും റഞ്ജിയും ഒക്കെ സിനിമയിലെ ചട്ടമ്പിമാരാണ്. അതാണ്. അതെ, ഭയങ്കര ചട്ടമ്പിത്തനവും അല്ലേ, കുറുമ്പത്തനവും ഒക്കെ ഉള്ളവരാണ്. ഇത് റൊമാൻസിന്റെ കാര്യം വന്നപ്പോ ഷാജി ശരിക്കും ചിത്ര എന്താവണമായിരുന്നു അതായി. ചിത്ര ചട്ടമ്പിയായി മാറി. ഒരു ചട്ടമ്പിത്തരം അവൾക്ക് മേനോൻ സാറിന്റെ പടത്തിൽ അഭിനയിക്കുമ്പോ ഉണ്ട്. ഉണ്ട് സുരേഷ്. അത് ഈ പറഞ്ഞ പോലെ ടിൽ മൈ ലാസ്റ്റ് ബ്രത്ത് കാണുകയും ചെയ്യും. ആ ചട്ടം വിട്ട് കളിക്കില്ല. കാര്യം എന്താ പറയാ, അത് എന്നിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ ഞാൻ അല്ലാതായി പോകും. ഐ വോണ്ട് ബി ലൈക്ക്. ഞങ്ങളുടെ വീട്ടില് മാവ് പ്ലാവ് ഒക്കെ ഉണ്ട്, എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മാവും പ്ലാവൊക്കെ താഴെ കായ്ക്കണേന്നാണ്. ഏത് നിമിഷം ചാടി കയറും. ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ ചട്ടമ്പിന്നേ പറഞ്ഞുള്ളൂ, മരം കയറി പറഞ്ഞില്ല. ഇത്രയില്ല എന്തായാലും. ഞങ്ങൾ കോട്ടയംകാർക്ക് ഇച്ചിരി അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? കോട്ടയത്തിന് തൊടുമ്പോ ഇച്ചിരി നോവും. ഒരു പാലക്കാരി ഉണർന്നു. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോ ഈ രഞ്ജി പണിക്കർ, സുരേഷ് ഗോപി, ഈ കോംബോ ഒക്കെ ഷാജി കൈലാ സാറിന് ഒരു ടെറർ പോലെയാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ മധുരാശിയിലാണ് ജയറാമേട്ടനോടൊപ്പം അഭിനയിക്കുന്നത്. അന്നാണ് ഇത്രയും ഹ്യൂമർ പറയുന്ന ഒരു സംവിധായകനാണെന്ന് അറിയുന്നത്. കാരണം ഞാൻ വൈകിട്ട് 7 മണിയാകുമ്പോൾ ഒരു ഷോട്ടും കൂടി എടുക്കണ്ട. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് ചോദിച്ചു, ആ ഷോട്ടും വെറുതെ സൂപ്പിക്കാൻ വേണ്ടി ആ ഷോട്ടും കൂടി നമുക്ക് എടുത്തൂടെ? വേണ്ട മോനെ, മോൻ പോയി ഇഡലി കഴിക്കും, അവിടെ 7 ടൈപ്പ് ഇഡലി കിട്ടും, അത് പോയി സുഖിക്കൂ മോനെ, സുഖിക്കൂ, സിനിമയിൽ സുഖിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഓർക്കുന്നത് ഇത്ര സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആളാണ് ഇത്രയും ഭീകര പടങ്ങൾ എടുത്തിട്ടുള്ളത്. ഞാൻ ഡോക്ടർ പശുപതി, നീലക്കുറുക്കൻ, ആ സമയത്ത് സൗഹൃദം,
ഏതാണ്ട് എല്ലാ പടങ്ങളും ആ സമയത്ത് കോമഡി പടങ്ങളെല്ലാം ഹിറ്റാണ്. അല്ല ഷാജി സാറ് കാരണമാണ് എന്റെ മേത്ത് ഈ ആഭരണങ്ങളൊക്കെ വരാൻ കാരണം. സത്യം. കാരണം ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആഭരണങ്ങൾ, കല്ല്, ഇതൊക്കെ നോക്കി വെച്ചിട്ട് അത് ഞാൻ മര്യാദക്ക് നന്നായിട്ട് നടന്നിരുന്നതാണ്. പിന്നെയാണ് ഇതിങ്ങനെയുള്ള അതെ, അതായത് ഈ ടിനിച്ചേട്ടൻ ഇപ്പൊ കുറച്ചത് ഇടക്കാലത്ത് കണ്ട ചക്കുളത്തമ്മയാന്ന് തോന്നുന്നു. അത്രേ ആഭരണം ഉണ്ടായിരുന്നു. പിന്നെ നാട്ടുകാര് പറഞ്ഞു ഊരിച്ചു വെക്കാൻ തുടങ്ങിയത്. അല്ല, എന്റെ വീട്ടിൽ എന്റെ വൈഫ് ഇത് എന്താ ഇങ്ങനെ, ഞാൻ പറയും ഷാജി സാറിന്റെ ഭയങ്കര ഒരു അരങ്ങ, ഒരു ആനച്ചന്തോണ് വരുമ്പോ അത് ആ ഒരു. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് CBI എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുമ്പം അവിടെ രഞ്ജിയേട്ടനും മമ്മൂക്കയും കൊണ്ടിരുന്ന ഒരു വർത്താനം പറയുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ ഞാനൊരു കേട്ടൊരു സാധനം, ഷാജിക്ക് മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞൊരു സാധനം പെട്ടെന്ന് കേട്ടു. ഉടനെ ഞാൻ അവിടെ നിന്നിട്ട് ഇരുന്ന് എന്താ കഥ എന്ന് കേട്ടപ്പോഴാണ് പറഞ്ഞത്, നമ്മൾ ഈ കമ്മീഷണറിന്റെ ഇന്റർവെല് അത്രയും നേരത്തെ ഡയലോഗുകളും കാര്യങ്ങളും എല്ലാം കൂടെ ഏതാണ്ട് ഒരു ഉച്ചയ്ക്ക് തുടങ്ങിയിട്ട് സന്ധ്യക്ക് എങ്ങാണ്ട് ഷൂട്ട് ചെയ്ത് തീർത്തതാണെന്ന്. കാലത്തൊരു 7 മണി 8 മണിക്ക് തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് ഒരു 11 മണി 12 മണിക്ക് ചുരുട്ടി 6 hours. കാരണം ലീഡർ അത്രയും സമയമേ ഞങ്ങൾക്ക് തന്നുള്ളൂ. കാരണം ഈ റോഡ് പെർമിഷൻ തന്നതിനെ ചൊല്ലി ഒരുപാട് രാഷ്ട്രീയ കോലാഹലങ്ങൾ ഉണ്ടായി. ഒന്നാമത് യൂണിവേഴ്സിറ്റി കോളേജിൽ അങ്ങനെ ഒരു സീക്വൻസ് അത് എസ്റ്റാബ്ലിഷ്ഡ് ആയി, അത് തന്നെയാണ് സംഭവം. പക്ഷെ അത് സിനിമയിൽ കാണിച്ചു എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായിട്ട് അറ്റാക്ക് ചെയ്തു വന്നപ്പം ലീഡർ പറഞ്ഞു, ഞാനൊരു 3 മണിക്കൂർ സമയം തരും, ഞായറാഴ്ച ദിവസം കാലത്ത് എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെളിച്ചം വീഴുമ്പോൾ കയറി തുടങ്ങിക്കോണം, ഉച്ചയ്ക്ക് മുമ്പ് തീർത്തോളണം എന്ന് പറഞ്ഞു. ഒരു 7 മണി 8 മണിക്ക് തുടങ്ങി 11 മണി 11:30 മണിയോടുകൂടി ചുരുട്ടി. ആ ടോട്ടൽ പരിപാടി ഇതാണ്. ഉച്ചവരെ 3 ഷോട്ട് പോകുന്ന പരിപാടിയിലാണ് അത്രയും സീൻ ഉച്ചയ്ക്ക് മുമ്പ് തീർന്ന ചിന്തിക്കാൻ പറ്റാത്ത പരിപാടിയാണ് കാണിച്ചത്. അതില് അതിശയിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. ഈ ഷോട്ടുകളൊക്കെ ഇങ്ങനെ വെച്ച് ആ കാർ വരാൻ പറ, ആ ബസ് പോകാൻ പറ, അതിനിടയ്ക്ക് തെറിവിളി ബഹളം എല്ലാം എടുത്തോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ശരി ഉടനെ ഇനി പോലീസുകാരെല്ലാം നിരന്ന് നിൽക്കൂ, ഇതിനിടയ്ക്കൂടെ നിങ്ങൾ 3 പേരും നടന്നു പോവാ. ഗണേശനും വിജയരാഘവനും ഞാനും നടന്നെങ്കിൽ വരൂ, ഞാൻ എടുത്തോളാം, നിങ്ങൾ നടന്നോ. നടന്ന് നോക്കിയപ്പോ ആരോ പറഞ്ഞു കൊടുത്തു, തൊപ്പിയില്ല, തൊപ്പി ആ ഫൈറ്റിനിടയ്ക്ക് എവിടെ വീണ്. ഇപ്പുറത്തൂടെ ഒരാളെ കൊടുത്തിട്ട് ഒരു സൈഡിൽ നിൽക്കുന്ന പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞു ഈ തൊപ്പി നടന്നു വരുമ്പോൾ കൊടുക്കണമെന്ന്. ഇത് ഇത്രയും ഇതിനിടയ്ക്ക് സംഭവിച്ചു. ആ തൊപ്പി കൊണ്ടുവന്ന് അത് മേടിച്ചു വെച്ചിട്ടാണ് ഞാൻ യവനൊരു വല്ലാത്ത ജീവി. അല്ല, അത് കഴിഞ്ഞ എന്തും ചെയ്യും. നമ്മുടെ സിനിമയുടെ പോസ്റ്ററിലെ ഡയറക്റ്റഡ് ബൈ ഇന്നയാൾ എന്നുള്ള പേര് മാറ്റിയിട്ട് ഷോട്ട്സ് ബൈ എന്നുള്ള ചിന്താമണിയിലാണ് ഫസ്റ്റ് വരുന്നത്. ഷാജിയേട്ടൻ കേറിയിട്ട് ക്യാമറ വർക്ക് ചെയ്യൂലേ? ചെയ്യും. എത്രയോ സിനിമകൾ ഈ ചിന്താമണിയിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ഷോട്ട്സ് ഷാജി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രെയിനിന്റെ മേളിലൊക്കെ ഇപ്പുറത്ത് ദിനേശ് ബാബു ക്യാമറയും വെച്ച് ട്രോളിയിൽ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇപ്പുറത്ത് ഒരു ക്രെയിൻ കൊണ്ടുവച്ചിട്ട് 2C ക്യാമറ അതും എടുത്തോണ്ട് പുള്ളി കയറി ക്രെയിനിന്റെ മേളിൽ ഇരിക്കുക, ഫിറ്റ് ചെയ്തിട്ടൊന്നുമില്ല, അതുമായിട്ടിരുന്ന് അത് വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഷാജിയുടെ ഭ്രമമായിരുന്നു. ശിവൻ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ആർട്ടിസ്റ്റ് ആണല്ലോ, വരയ്ക്കുമല്ലോ, അസലായിട്ട് വരയ്ക്കുമല്ലോ. ചിന്താമണി പാർട്ട് 2 വരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. കഥയാണോ സത്യമാണോ? അല്ല, എഴുതി തുടങ്ങി. അതിവിടെ വെച്ചല്ലേ അനൗൺസ്മെന്റ്. ചിന്താമണി കൊലക്കേസ് പാർട്ട് 2 വരുന്നു. അല്ല, LK ലൈസൻസ് ടു കിൽ ലാൽ കൃഷ്ണ LK ലാൽ കൃഷ്ണ വിരാടിയ. ഇവരുടെ രണ്ടുപേരുടെ ആ പ്രണയത്തിന്, ആ പ്രണയ കഥയ്ക്ക് സാക്ഷിയായ ആളെന്നുള്ള രീതിയിൽ പ്രണയം എന്ന് പറഞ്ഞത് ആ ഭാരതപ്പുഴയുടെ തീരത്ത് ഓടുന്ന സിംഹത്തിന്റെ ഒരു ചിത്രമായിരുന്നു എന്റെ മനസ്സിൽ. ഈ ഷാജിയേട്ടനെ എനിക്കിപ്പോ കുഞ്ചാക്കോനെ കാണണമെന്ന് തോന്നുക.